ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമായി തുടരുന്നതിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് ആരംഭിക്കും. നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാത്ത പശ്ചാത്തലത്തിൽ ഗവർണറെ തള്ളി പ്രസംഗത്തിൽ ഭരണപക്ഷം നേട്ടങ്ങൾ ഊന്നിപ്പറയാനാണ് സാധ്യത. വിവാദ വിഷയങ്ങൾ ഒന്നൊന്നായി അടിയന്തര പ്രമേയമായി പ്രതിപക്ഷവും കൊണ്ടുവരും. തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. സലിം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭയങ്കര ഹാങ് ഓവറിലാണ് ഞങ്ങള്. സലിമിനെ അറിയാലോ. സലീമും അവിടെ നിന്ന് ഇതിനകത്ത് ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു മനസ്സുകൊണ്ടെന്ന് നമുക്കറിയാം. പിന്നെ നമ്മുടെ വാർത്തകൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പരമപ്രധാനമായ ഒരു ധർമ്മം. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ സമയം അവിടെ എത്താൻ കഴിഞ്ഞില്ല. സലീം, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വാർത്തകളിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ സലീം? ഉറപ്പായും സ്മിത, പ്രവിത, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ആ ആഘോഷമൊക്കെ ഇന്നലെ ഞങ്ങളിവിടെ ഇരുന്നാണ് കണ്ടത്. തിരുവനന്തപുരം ബ്യൂറോയിൽ ഇരുന്നാണ് കണ്ടത്. വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു. മാത്രമല്ല അതിൽ പങ്കെടുക്കാൻ കഴിയാത്തത് വലിയ വിഷമമാണ്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തകളുടെ തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ സമയം അങ്ങനെ അവിടെ നിന്ന് ആഘോഷിക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പക്ഷേ മനസ്സുകൊണ്ട് ഒപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ഈ നിയമസഭയുടെ വാർത്തകളിലേക്ക് കടന്നാൽ 15ാം നിയമസഭയുടെ 10ാം സഭാ സമ്മേളനം അത് ഈ മാസം 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ആരംഭിച്ചത്. പക്ഷേ ആ നയപ്രഖ്യാപനം അത് നാടകീയമായ സംഭവങ്ങൾക്ക് മുൻപൊന്നും നിയമസഭ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വളരെ വേഗത്തിൽ അതിവേഗത്തിൽ വെറും 1.5 മിനിറ്റ് കൊണ്ട് ആ നയപ്രഖ്യാപന പ്രസംഗം അവസാന ഭാഗം മാത്രം അവതരിപ്പിച്ച് ഗവർണർ മടങ്ങിയതൊക്കെ കണ്ടതാണ്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി ചർച്ചയും അതിനുശേഷമുള്ള അതിന്റെ ചർച്ചയും ആ പ്രസംഗത്തിന്റെ ചർച്ചയുമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ സർക്കാർ എന്ന് പോലും വായിക്കാത്ത, അങ്ങനെയുള്ള ഒരു വരി പോലും വായിക്കാത്ത, സർക്കാരിന്റെ നയം സഭയിൽ വായിക്കാത്ത ഗവർണർക്ക് എങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. കാരണം ഇത് നന്ദി പ്രമേയ ചർച്ചയോട് കൂടിയാണ് ഇതിന്റെ സഭാ സമ്മേളനം ആരംഭിക്കേണ്ടത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്തായിരിക്കും സർക്കാരും ഭരണപക്ഷവും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ കൗതുകമായി ആദ്യം വരിക. പ്രതിപക്ഷത്തിനാകട്ടെ ആ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങളില്ല. കാരണം ഒരേ സമയം ഗവർണറെയും അതേസമയം സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിലപാടെടുക്കുക. നേരത്തെ തന്നെ ഈ നയപ്രഖ്യാപനം പോലും ഏറ്റവും മോശപ്പെട്ട ഒരു നയപ്രഖ്യാപനമായിരുന്നു ഇത്തവണ എന്നുള്ളത് ഒരു നിലപാട് പ്രതിപക്ഷം എടുത്തിരുന്നു. പക്ഷേ ഭരണപക്ഷം സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ആ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. ആ പ്രസംഗത്തിന്മേൽ ഗവർണർക്ക് നന്ദി പറയാതെ ഗവർണറെ വിമർശിച്ചുകൊണ്ട് തന്നെ അതേസമയം ഈ സഭയിലെ ഒപ്പം തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ചർച്ച ഉണ്ടാവുക. മാത്രമല്ല ഒരു സംഭവബഹുലമായ കലുഷിതമായ ഒരു സഭാ സമ്മേളനത്തിന് തന്നെയാവും ഇന്ന് തുടക്കം കുറിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയമായി 5 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ആ അടിയന്തര പ്രമേയം അനുവദിക്കുമോ ഇല്ലയോ, അവതരണാനുമതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ, വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒപ്പം തന്നെ ഭരണപക്ഷവും കൊമ്പ് കോർക്കുന്ന ഒരു സഭാ സമ്മേളനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഷയദാരിദ്ര്യം ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഒരു സുഗമമായ ഒരു സഭാ സമ്മേളനം നടക്കുമെന്നൊരു ഭരണപക്ഷത്തിന്റെ തോന്നലിനിടയിലായിരുന്നു CMRL വിവാദം വീണ്ടും വന്നത്. എക്സാലോജിക്ക് CMRL ഇടപാടും അതിനെ തുടർന്നുള്ള ROC റിപ്പോർട്ടുമൊക്കെ ഉറപ്പായും സഭയിൽ ചർച്ചയാവും. അത് ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതിനു പകരം ഒരു സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമെന്ന നിലയിൽ ക്ഷേമ പെൻഷൻ ആദ്യ ദിവസത്തെ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്നതിലൂടെ പ്രതിപക്ഷം കൃത്യമായ രാഷ്ട്രീയം കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് ഭരണപക്ഷത്തെ ആക്രമിക്കലല്ല, പകരം ജനങ്ങൾക്കൊപ്പമാണ് പ്രതിപക്ഷം എന്നൊരു തോന്നൽ ഉളവാക്കുക കൂടിയാണ് അടിയന്തര പ്രമേയം ഈ നിലയിൽ അവതരിപ്പിക്കുന്നതിലൂടെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. മാത്രമല്ല ഏറ്റവും വലിയ വിഷയങ്ങളായ പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവ വരും ദിവസങ്ങളിൽ അടിയന്തര പ്രമേയമാവുകയും ചെയ്യും. ഈ CMRL എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ളവയും അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉറപ്പായും ഈ സഭാ സമ്മേളനത്തിനിടെ കടന്നുവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല സഭാ സമ്മേളനത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ പുറത്തും ഈ തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് പുറത്തും സമര കലുഷിതമാകുമെന്നുള്ള സൂചന ഉറപ്പാണ്. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ നിയമസഭാ മാർച്ച്, മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായി നിയമസഭാ മാർച്ച് നടത്തിയിട്ടുണ്ട്. കാലിക്കലങ്ങളുമായി നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാർച്ച് നടത്താനാണ് മഹിളാ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10:30 പ്രതിപക്ഷ നേതാവ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. വിലക്കയറ്റം, ഒപ്പം തന്നെ അരിവിലയുടേതുൾപ്പെടെയുള്ള വർധനവ്, സപ്ലൈകോയിലെ സാധനങ്ങളുടെ ലഭ്യത കുറവ് തുടങ്ങിയവയാണ് ഈ സമരത്തിന് ആധാരം. എന്തായാലും സഭയ്ക്കകത്തും പുറത്തും സംഭവബഹുലമായ ദിവസങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്മിത, പ്രവിത.
ശരി സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് വളരെ തിരക്കേറിയ ഒരു ദിവസമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നന്ദി പ്രമേയം എന്നുള്ളത് അത് നന്ദി പറയേണ്ടത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ളത്. കാരണം ഒരു മിനിറ്റ് കൊണ്ട് പ്രസംഗം ചുരുക്കുകയായിരുന്നു ഗവർണർ. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഗവർണർ പോര് അതിങ്ങനെ അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഗവർണറുടെ സെക്യൂരിറ്റി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് CRPF ഇന്ന് വരുമ്പോഴൊക്കെ തന്നെ അതെന്തിന് എന്നുള്ളൊരു ചോദ്യം സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഗൗരവമേറിയ പ്രശ്നം തന്നെയായി തുടരുന്നു.